ഞാൻ എൻ്റെ അനുഭവം ഓർക്കാം. എൻ്റെ 14-ാമത്തെ വയസ്സിൽ അസീസി ഭരണങ്ങാനം അവിടെ ധ്യാന കേന്ദ്രത്തിൽ അവിടെ ധ്യാനത്തിന് പോയി. എൻ്റെ സഹോദരങ്ങളെ, 4-ാം ദിവസം കണ്ണുനീരോടെ ആരാധന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആരാധനയുടെ സമയത്തിൽ കർത്താവ് മുന്നമേ വന്ന് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. അത് ഞാൻ വേറെ കെട്ടുകഥ പറയില്ല സഹോദരങ്ങളെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. കർത്താവ് മുന്നമേ വന്ന് നിന്ന് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. രണ്ടാമത് എൻ്റെ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. മൂന്നാമത് പറഞ്ഞു, ഫോർ ജീസസ്, ഓൺലി ഫോർ ജീസസ്, യേശുവിന് വേണ്ടി മാത്രമായിരിക്കട്ടെ നിന്റെ ജീവിതം. ഇത് പറഞ്ഞ് ശക്തമായൊരു അഭിഷേകം എൻ്റെ മേൽ വരികയാണ് സഹോദരങ്ങളെ. ആ ഹാളിൽ ഇരുന്ന് ഞാൻ വാവിട്ട് എൻ്റെ ഈശോയെന്നും പറഞ്ഞ് ഞാൻ ആ പരിസരം മറന്ന് അങ്ങ് നിലവിളിക്കുകയാണ്. ശക്തമായൊരു പകർച്ച എൻ്റെ മേൽ വന്നു. ആത്മാവിൻ്റെ ആ തീ സാന്നിധ്യം എന്നെ ചൂടുപിടിപ്പിച്ചു. ഇന്നും കർത്താവിൻ്റെ വചനവുമായി ഈ വചനവേദി സെക്കൻഡ് ന്യൂസിൻ്റെ ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ 14-ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവ് എന്നെ അഭിഷേകം ചെയ്ത ആ അഭിഷേക സാന്നിധ്യത്താൽ തന്നെയാണ് സഹോദരങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ ഇപ്പോഴും ആയിരിക്കുന്നത്. എല്ലാ മഹത്വം കർത്താവിനുണ്ടാകട്ടെ. കർത്താവ് കാണിച്ച കാരുണ്യമാണ് സഹോദരങ്ങളെ. ആഗ്രഹിക്കണം. എന്തിനു വേണ്ടി ആഗ്രഹിക്കണം? ഈ അളവില്ലാത്ത അഭിഷേകത്തിനായി. കർത്താവ്, ഈ അഭിഷേകം എനിക്ക് വേണം, എൻ്റെ കുടുംബത്തിലേക്ക് വേണം, എൻ്റെ സഭയ്ക്ക് വേണം, എൻ്റെ സമൂഹ അംഗങ്ങൾക്ക് വേണം, എൻ്റെ മക്കൾക്ക് വേണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സഹോദരങ്ങളെ? ഈ പഴയ നിയമത്തിൽ 2 ശക്തരായ പ്രവാചകരുണ്ട്, ഏലിയ പ്രവാചകനും എലീശ പ്രവാചകനും. എലീശ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡബിൾ പോർഷൻ അനോയിന്റിങ്, ഇരട്ടി പങ്കിന്റെ അഭിഷേകം കിട്ടിയത്? ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ വിലപ്പെട്ടതായി പ്രവാചകനായ എലീശ ആത്മാവിന്റെ അഭിഷേകത്തെ കാണുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏലിയ പറയും, അവർ ഗിൽഗാലിൽ നിന്ന് വരുമ്പോൾ ഏലിയ പറയും, എലീശ കർത്താവിനെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു, നീ ഇവിടെ നിൽക്കാൻ പറയും. അവിടെ എലീശ പറയും, കർത്താവാണ്, അങ്ങാണ്, ഞാൻ അങ്ങ് വിട്ടുപിരിയില്ല, ഞാൻ അങ്ങയോടുകൂടെ ബഥേലിലോട്ട് വരും. അവൻ്റെ പ്രയോറിറ്റി റീസെറ്റ് ചെയ്യാണ്. തൻ്റെ എല്ലാം അവൻ മാറ്റിവെക്കുകയാണ്. തനിക്ക് ഈ അഭിഷേകം കിട്ടണം. തൻ്റെ യജമാനനായ ഏലിയായിൽ പകരപ്പെട്ട ആത്മാവിൻ്റെ ഡബിൾ പോർഷൻ, ആ ഇരട്ടി പങ്കിൻ്റെ അഭിഷേകം തനിക്ക് വേണം കർത്താവേ, അത് എന്നിലേക്ക് പകരണമേ. ആഗ്രഹത്തോടെ എല്ലാം ത്യജിക്കുകയാണ്. കണ്ടു, ഏലിയായി വിട്ടുപിരിയാതെ എലീശ നടക്കുകയാണ്. നമ്മുടെ യജമാനൻ ആരാ? നമ്മുടെ ഏക കർത്താവ് ആരാ? നമ്മുടെ ഈശോയാണ്. കർത്താവിനോട് ചേർന്ന് നടക്കുക. നമ്മുടെ പ്രയോറിറ്റി റീസെറ്റ് ചെയ്യണം. അതിനുവേണ്ടി സമയം കണ്ടെത്തണം. നമ്മൾ അതിനുവേണ്ടി ദാഹിക്കണം, ആഗ്രഹമുള്ളവരാകണം, എരിവുള്ളവരാകണം, തീഷ്ണതയുള്ളവരാകണം. മറ്റെന്തിനേക്കാളും ആത്മാവിന്റെ അഭിഷേകത്തിന് നമ്മൾ വില കൽപ്പിക്കണം. ബഥേലിലെത്തി ഏലിയ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, കർത്താവിനെ ജെറിക്കോയിലേക്ക് അയച്ചിരിക്കുന്നു. എലീശ വീണ്ടും പറഞ്ഞു, കർത്താവാണ്, അങ്ങാണേ, ഞാൻ വിട്ടുപിരിയില്ല, ഞാൻ ജെറിക്കോയിലെത്തിയപ്പോൾ ഏലിയ പറയാ, കർത്താവിനെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. എലീശ പറഞ്ഞു, ഞാൻ ജോർദാനിലോട്ടും വരും. 2:7 വന്ന്, രാജാക്കന്മാർ 2-ാം പുസ്തകം 2:7 വന്ന് അവിടെ എന്താ പറയുന്നത്? അവർ ഇരുവരും ജോർദാന് സമീപം എത്തിയപ്പോൾ പ്രവാചകണത്തിൽപ്പെട്ട 50 പേർ അല്പം അകലെ നിന്നു. 9-ാമത്തെ വചനം പറയാണ്, മറുകര എത്തിയപ്പോൾ ഏലിയ എലീശയോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഈ ചോദ്യത്തിന് വേണ്ടിയായിരുന്നു ഇത്രയും നാളുകൾ എല്ലാം ത്യജിച്ച് ലോകസുഖങ്ങളും തനിക്ക് അർഹതപ്പെട്ട സന്തോഷങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് തൻ്റെ യജമാനനായ ഏലിയായി വിട്ടുപിരിയാതെ എലീശ നടന്നത്. അവന് ആലോചിക്കേണ്ട ആവശ്യമില്ല. അവന് കൃത്യമായ ഉറപ്പും നിശ്ചയവും ഉണ്ടായത്. അവൻ പറഞ്ഞു, എൻ്റെ യജമാനനെ, അങ്ങയുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക്, ഡബിൾ പോർഷൻ എനിക്ക് ലഭിക്കണം. അത് അത്യാർത്ഥിയല്ല സഹോദരങ്ങളെ. അതുപോലെ കർത്താവിനായി പ്രയോജനപ്പെടണം. എനിക്ക് ആത്മാക്കളെ നേടണം, ദേശങ്ങളെ ഉണർത്തണം, രാജ്യങ്ങളെ എനിക്ക് കർത്താവിനായി വീണ്ടെടുക്കണം. ഡബിൾ പോർഷൻ അനോയിന്റിങ്, ഇരട്ടി പങ്കിന്റെ അഭിഷേകം. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ ആഗ്രഹമുണ്ടോ നമ്മുടെ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ? അതിനുവേണ്ടി മുട്ടുമടക്കുവാൻ, വില കൊടുക്കുവാൻ, ത്യാഗമെടുക്കുവാൻ, കണ്ണീരൊഴുക്കുവാൻ, കരങ്ങൾ വിരിക്കുവാൻ,
സമയങ്ങൾ കർത്താവിന്റെ മുൻപിൽ ചെലവഴിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവവചനത്തിൽ വിശ്രമിക്കാൻ നമുക്ക് വാഞ്ചയുണ്ടോ? ഈ അഭിഷേകത്തിലേക്ക് കർത്താവ് നിന്നെ നയിക്കും. അളവില്ലാത്ത അഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഉയർത്തും.